നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC കഴിഞ്ഞ ദിവസം നടത്തിയ അസിസ്റ്റന്റ് ടൈം കീപ്പർ മെയിൻ എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇന്നലെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആൻസർ കീ വന്നിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് എ കോഡ് ആണ്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം, 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ്? റിയോ ഡി ജനീറോ ആണ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ പറ്റി പരാമർശിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാ? ഡെൽഹൌസി പ്രഭുവാണ് ഇപ്രകാരം പറഞ്ഞത്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാമാണ്? യങ് ഇന്ത്യ എന്ന പത്രം സ്ഥാപിച്ചത് മഹാത്മാഗാന്ധി. കേസരി ആരുടേതാണ്? ബാലഗംഗാധര തിലക്. കോമൺവീൽ ആനി ബസന്റിന്റേതാണ്. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. ദി ലീഡർ എന്ന പത്രം സ്ഥാപിച്ചത് ആരാ? മദൻ മോഹൻ മാളവ്യയാണ്. ഇവിടെ മോത്തിലാൽ നെഹ്റു എന്നാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റ്. ജനകീയ ചൈന നിലവിൽ വന്നത് എന്ന്? ജനകീയ ചൈന നിലവിൽ വന്നത് 1949 ഒക്ടോബർ 1. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? അദ്ദേഹം ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയാണ്. പതിവ് കണക്ക് എന്ന ബജറ്റ് പദ്ധതിക്ക് രൂപം നൽകിയത് മാർത്താണ്ഡ വർമ്മയാണ്. ഇത് രണ്ടും ശരിയാണ്. അദ്ദേഹം ഫ്രഞ്ചുകാരുമായി നടത്തിയ യുദ്ധമാണോ? കുളച്ചൽ യുദ്ധം അല്ല, ഡച്ചുകാരുമായി നടത്തിയതാണ്. തൃശൂർ പൂരത്തിന്റെ അമരക്കാരൻ ശക്തൻ തമ്പുരാനാണ്. ഇത് രണ്ടും മാർത്താണ്ഡ വർമ്മയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ. താഴെ പറയുന്നവയിൽ മൂഷകവംശ മഹാകാവ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഈ കൃതി 11ാം നൂറ്റാണ്ടിലാണ് രചിച്ചത്. ശ്രീകണ്ഠൻ എന്ന രാജാവിന്റെ കാലത്താണ് രചിച്ചത്. ആരായിരുന്നു രചയിതാവ്? അതുലനായിരുന്നു രചയിതാവ്. രാജതരംഗിണി എന്ന ഗ്രന്ഥം രചിക്കുന്നതിന് മുൻപ് രചിക്കപ്പെട്ടതാണ് ഈ കൃതി. രാജതരംഗിണി രചിച്ചത് കൽഹണനാണ്. അപ്പൊ അതിനു മുൻപ് രചിക്കപ്പെട്ട കൃതിയാണ് ഏത്? മൂഷകവംശം. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാ പോയിന്റ്സും ശരിയാണ്. ഭൂകമ്പം വിവിധ ദിശകളിലേക്ക് തരംഗരൂപത്തിൽ ഊർജം മോചിപ്പിക്കപ്പെടുന്നതിന് കാരണമാകുന്നു. ഭൂകമ്പം സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ വ്യത്യസ്ത തരത്തിലാണ് സഞ്ചരിക്കുന്നത്. താഴെ നൽകിയിട്ടുള്ള ഭൂകമ്പ തരംഗങ്ങളിൽ ഏത് തരംഗമാണ് തരംഗ ദിശയ്ക്ക് സമാന്തരമായി അഥവാ പാരലൽ ആയിട്ട് കമ്പനം സൃഷ്ടിക്കുകയും തന്മൂലം പദാർത്ഥങ്ങൾക്ക് വികാസ സങ്കോചങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്? ഇവിടെ 3 തരംഗങ്ങൾ തന്നിട്ടുണ്ട്. പ്രാഥമികം, ദ്വിതീയ തരംഗം, പ്രതല തരംഗം. ഇതിലേതാണ്? പ്രാഥമിക തരംഗമാണ്. അപ്പൊ കൂടുതലും ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് പുതിയ SCERT ന്നും പഴയ SCERT എന്നൊക്കെ തന്നെയാണ്. നമ്മുടെ ഹർഷിത എഡ്യൂടെക് ആപ്പില് ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ 15 വരും. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഈ 2 പരീക്ഷയ്ക്കും വേണ്ടിയിട്ട് ഒറ്റൊരു ബാച്ച് ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നിങ്ങൾ എടുത്താൽ മതി. ആകെ ഫീസ് വരുന്നത് 3499 മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും കിട്ടും. NCERT, SCERT. NCERT എന്ന് പറയുമ്പോൾ +1, +2, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഡീറ്റെയിൽ ആയിട്ട് സെലക്ടഡ് ചാപ്റ്റേഴ്സിന്റെ ഡീറ്റെയിൽ സ്റ്റഡി തന്നെ വേണം. പിന്നെ ഫുൾ സിലബസ് കവറേജ് എങ്ങനെയെങ്കിലും പഠിച്ചാൽ പോരാ, ഡീപ്പായിട്ടുള്ള സ്റ്റഡി തന്നെ വേണം. നമ്മുടെ 10th ലെവലും 12th ലെവലും പഠിക്കുന്നത് പോലെ അല്ല, ഡിഗ്രി ലെവൽ അത്രത്തോളം നന്നായി പഠിച്ചാൽ മാത്രമേ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, അത്രത്തോളം നന്നായി പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ 4500-ലധികം വേക്കൻസീസ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വരാനിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇപ്പൊ എഴുതുന്ന എല്ലാ പരീക്ഷയും കൂടെ കൂട്ടി വെച്ചാൽ കൂടി അതിന്റെ വേക്കൻസി കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ വേക്കൻസിയുടെ അത്ര പോലും എത്തത്തില്ല. കാരണം അത്രത്തോളം വേക്കൻസീസ്. ഇപ്പൊ നിങ്ങളുടെ റാങ്ക് 1000 ആയാലോ 1500 ആയാലോ കുഴപ്പമില്ല, 1-1.5 വർഷത്തിനുള്ളിൽ തന്നെ ജോലി കിട്ടും. കാരണം 4500 അധികം വേക്കൻസീസ് വിളിക്കാനിരിക്കുവാണ്. അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്, ഡിഗ്രി ലെവലാണ്, സാലറി 40,000 എബോവ് സാലറി എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അഡ്മിഷൻ നടക്കുകയാണ്. ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആൾക്കാരാവുമ്പോഴത്തേക്ക് ഞാൻ അഡ്മിഷൻ ക്ലോസ് ആവുന്നതായിരിക്കും. ബാച്ചിലെ ക്ലാസ്സുകൾ ഉടനെ തന്നെ തുടങ്ങുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ നടക്കുകയാണ്. നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പിക്കുക. ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാവേ. പ്ലേ സ്റ്റോറിൽ കയറി ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഡിഗ്രി ലെവലും മാത്രമല്ല, +2 ലെവലും 10th ലെവലും 7th ലെവലും ഒക്കെ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലേക്കും അഡ്മിഷൻ ഓപ്പൺ ആണ്, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ. അടുത്ത ചോദ്യം നോക്കിയാലോ? നദികൾ വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിൽ ഒന്നാണ് ഡെൽറ്റകൾ. താഴെ നൽകിയിട്ടുള്ള നദികളിൽ ഡെൽറ്റ സൃഷ്ടിക്കുന്ന നദി അല്ലെങ്കിൽ നദികൾ കണ്ടെത്തുക. കാവേരിയും മഹാനദിയും.
1:50,000 സ്കെയിലിലുള്ള ഒരു ടോപ്പോഗ്രഫിക് മാപ്പിൽ 2 സെന്റിമീറ്റർ അളവിലുള്ള ദൂരം യഥാർത്ഥത്തിൽ എത്ര കിലോമീറ്റർ ആണ്? 1 കിലോമീറ്റർ ആണ്. താഴെ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത്? സാദിയ, ധൂബ്രി. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്? പത്തനംതിട്ടയാണ്. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം ഏതാണ്? എവിടെ വെച്ചാണ് നടന്നത്? ഇന്ത്യ. അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? IBRDയും IMFും ആണ്. 1ഉം 2ഉം ആണ് ശരി. 1980കളിൽ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാൻ കാരണമായ ഘടകം എന്താണ്? വിദേശ വിനിമയ ക്ഷാമവും എണ്ണവില വർധനവുമാണ്. ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടം, അതായത് 1960-70 കാലഘട്ടം ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ്? പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾക്കാണ്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടവ ചേരുംപടി ചേർക്കുക. ഇവിടെ ആധുനിക വൽക്കരണം ഏത് പഞ്ചവത്സര പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പുതിയ സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാശ്രയത്വം ഇറക്കുമതി ബദലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമത്വം അടിസ്ഥാന ആവശ്യങ്ങളുടെ സാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഹരിത വിപ്ലവത്തിന്റെ പ്രധാന ഘടകങ്ങൾ HYV വിത്തുകൾ, രാസവളങ്ങളും കീടനാശിനികളും, ട്രാക്ടർ, പമ്പ് സെറ്റ് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ. ഇത് 3ഉമാണ് ശരി. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ ബെറി ആണ്. സുമൻ ബെറി. ഓഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ്? ഡേറ്റ് അടക്കം കൊടുത്തിട്ടുണ്ട്. 50%. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാൻ കാരണമായ ബ്രിട്ടീഷ് പദ്ധതി ഏതാണ്? ക്യാബിനറ്റ് മിഷൻ പദ്ധതിയാണ്. താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇവിടെ രാഷ്ട്രം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകേണ്ടതാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇത് 2ഉമാണ് ശരി. സൈബർ നിയമങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുവാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര പാർലമെന്റിനാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ വിട്ടുപോയ ഭാഗം എഴുതുക. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു ഡാഷ് സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നു. പരമാധികാരമാണ്. പരമാധികാരം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് ആര്? ഗ്രാമപഞ്ചായത്താണ് നടപ്പിലാക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ. അടുത്ത ചോദ്യം, രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? നിഴൽ എന്ന പദ്ധതി. സംസ്ഥാന സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. ലോക തണ്ണീർത്തട ദിനം എന്ന്? ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. കേരള സർക്കാരിന്റെ മന്ദഹാസം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മന്ദഹാസം പദ്ധതി വയോജന സംരക്ഷണം, അതായത് വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങൾ വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. ചിക്കൻ പോക്സ് രോഗം ഉണ്ടാക്കുന്ന വൈറസ് ഏതാണ്? വാരിസെല്ല സോസ്റ്റർ വൈറസ്. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏത്? കോൺ കോശങ്ങളാണ്. ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? ആൽഡോസ്റ്റിറോൺ ആണ്. ആൽഡോസ്റ്റിറോൺ. രക്തത്തിലെ ഏത് ഘടകം അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത്? ത്രോംബോസൈറ്റ്സ് ആണ്. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതും ഏത് അന്താരാഷ്ട്ര സംഘടനയാണ്? IUCN. ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രകാരൻ ആര്? എഡ്വേർഡ് വിൽസൺ.
2021 മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ഏതാണ്? മോസ്ക്വിറിക്സ്. താഴെ പറയുന്നവയിൽ വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗം ഏത്? ബെറിബെറിയാണ്. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? വി നാരായണൻ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂലൈ മാസത്തിൽ ആചരിച്ചത്? 60ാമത്തെ വാർഷികമാണ്. അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ഹൈഗ്രോമീറ്റർ. രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏത്? ഇൻഫ്രാറെഡ് രശ്മികൾ. ഒരു വസ്തുവിൽ 10 ന്യൂട്ടൺ ബലം 5 സെക്കൻഡ് നേരത്തേക്ക് അനുഭവപ്പെടുന്നു. വസ്തു സഞ്ചരിച്ച ദൂരം 4 മീറ്റർ ആണെങ്കിൽ ചിലവഴിക്കപ്പെട്ട പവർ ഏതാണ്? 8 വാട്ട്. അറ്റോമിക നമ്പറും ആവർത്തന പട്ടികയിലെ സ്ഥാനവും അനുസരിച്ച് ചുവടെ തന്നിരിക്കുന്ന മൂലകങ്ങളെ ലോഹ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ജർമേനിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം, സെലീനിയം, റുബീഡിയം. അപ്പോൾ ഇതില് ലോഹ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചാൽ എങ്ങനെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ലൗറി ബ്രൗൺസ്റ്റഡ് തത്വമനുസരിച്ച് ആസിഡും ബേസും വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആസിഡ് H+ ദാതാവും ബേസ് H+ സ്വീകർത്താവും. സർജിക്കൽ ഉപകരണങ്ങൾ ഓട്ടോക്ലേവ് ഉപയോഗിച്ച് അണുനശീകരണം നടത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ജലത്തിന്റെ തിളനില കൂടുന്നു. ഓട്ടോക്ലേവിന്റെ മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുതൽ. ലോകത്ത് ആദ്യമായി സമ്പൂർണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ഏത്? ജർമ്മനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? ആനോ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര, ആരോഹണം, ഹിമാലയം. ഞാനിത് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ആരാണ്? PR ശ്രീജേഷ്. തകഴി ശിവശങ്കര പിള്ളയുടെ ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ്? കേന്ദ്ര കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും ചാത്തനും. രണ്ടിടങ്ങഴിയിലെ കഥാപാത്രങ്ങളാണ്. ചേരുംപടി ചേർക്കുക. ഇവിടെ തന്നിരിക്കുന്നത് കലാരൂപങ്ങളും അവയിൽ ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങളുമാണ്. ചേരുംപടി ചേർക്കുമ്പോൾ കൂടിയാട്ടത്തിൽ മിഴാവാണ് ഉപയോഗിക്കുന്നത്. തോൽപ്പാവക്കൂത്തിൽ എഴുപറ. പടയണിയിൽ ഉപയോഗിക്കുന്നത് തപ്പാണ്. കുമ്മാട്ടിക്കളിയിൽ ഓണവില്ലാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പിക് മെഡൽ ജേതാവ് ആര്? അമൻ സെഹ്റാവത്ത് ആണ്. അമൻ സെഹ്റാവത്ത്. അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ ആരുടെ വരികളാണ്? കുമാരനാശാന്റെ വരികളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇവിടെ മച്ചാട്ടു മാമാങ്കം മലപ്പുറം ജില്ല. തെറ്റായ ജോഡി. മച്ചാട്ടു മാമാങ്കം ഏത് ജില്ലയാണ്? തൃശൂർ ജില്ലയാണ്. ട്വിസ്റ്റഡ് പെയർ കേബിളിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കണക്ടർ ഏതാണ്? RJ45 കണക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത്? ഫയൽസില്ലയാണ്. ഫയൽസില്ല. താഴെ കൊടുത്തിരിക്കുന്ന മെമ്മറി ഉപകരണങ്ങളെ അവയുടെ സംഭരണശേഷിയുടെ ആരോഹണ ക്രമത്തിൽ ദാറ്റ് ഈസ് കുറഞ്ഞ ശേഷിയിൽ നിന്നും കൂടിയ ശേഷിയിലേക്ക് ക്രമീകരിക്കുന്നത് ഏതാണ്? ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഏതാണ്? രജിസ്റ്റർ, ക്യാഷ്, റാം, ഹാർഡ് ഡിസ്ക്. കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം നൽകിയത് ഏത് സ്ഥാപനമാണ്? കൈറ്റ് ആണ് നൽകിയത്. കൈറ്റ്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിനാണ്. ഉള്ളൊഴുക്ക്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഘടന. മുഖ്യ കമ്മീഷണർ പ്ലസ് പരമാവധി 10 കമ്മീഷണർമാർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? ഗവർണറാണ് നിയമിക്കുന്നത്. പോക്സോ നിയമം ഏത് തരത്തിലുള്ള നിയമമാണ്? പോക്സോ നിയമം എന്നാൽ ലിംഗ നിരപേക്ഷമാണ്. ദാറ്റ് ഈസ് ജെൻഡർ ന്യൂട്രൽ ആണ്. ആൺപെൺ വ്യത്യാസമില്ല ഈ നിയമപരിധിക്ക്. പോക്സോ നിയമപ്രകാരം കേസ് തീർക്കേണ്ട പരമാവധി സമയം 1 വർഷം. NHRC അവരുടെ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? പാർലമെന്റിനാണ് സമർപ്പിക്കുന്നത്. PWDVA 2005 പ്രകാരം മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീൽ നൽകേണ്ടത് ആർക്കാണ്? സെഷൻസ് കോടതിക്കാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാരം ബാധകമാക്കുന്നത് എത്ര രൂപ വരെയുള്ള
പരാതികളിലേക്കാണ്? 1 കോടി വരെയാണ്. 1 കോടി. 3/5 into 5/4 into 7 cube divided by 21 cube into 25 square. ഇതിന്റെ വില കാണുക. 9. 2, 4, 6, 8, 10 എന്ന സംഖ്യാശ്രേണിയിലെ 20ാമത്തെ പദം കാണുക. ഇതൊരു AP ആണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അതിലെ n-ാം പദം, n-ന്റെ വാല്യൂ എന്താണ്? 20. 20ാമത്തെ പദം കണ്ടാൽ മതി. ഓപ്ഷൻ A 40. ഒരു ക്ലോക്കിൽ സമയം 5 മണി 20 മിനിറ്റ് ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? 40 ഡിഗ്രി. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ആയാൽ ആ ത്രികോണത്തിന്റെ വിസ്തീർണം കാണുക. 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വിസ്തീർണം. 3 മീറ്ററിന്റെ എത്ര ശതമാനമാണ് 90 സെന്റിമീറ്റർ? 30%. 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം 3:4 ആണെങ്കിൽ അവയുടെ വക്രതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം എത്ര? 9:16. P എന്നത് പ്ലസും Q എന്നത് മൈനസും R എന്നത് ഇൻറ്റുവും S എന്നത് ഡിവൈഡഡ് ബൈയുമായാൽ ഈ തന്നിരിക്കുന്നതിന്റെ വാല്യൂ 20P, 32Q, 5R, 10S2. ഇതിന്റെ വാല്യൂ എത്രയാണ്? 27. ഒരു ക്യൂയിൽ കേശു പിന്നിൽ നിന്നും 10ാമതും മുന്നിൽ നിന്ന് 8ാമതും ആണെങ്കിൽ എത്ര പേർ ആണ് ആ ക്യൂയിൽ ഉള്ളത്? 17. AAB, BBC, CCD എന്ന അക്ഷര ക്രമത്തിലെ അടുത്ത പദം ശരിക്കും വരാനുള്ളത് DDE എന്നാണ്. DDE. പിന്നെ ഈ ഓപ്ഷനിൽ PSC കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ A ആണ്. അടുത്ത ചോദ്യം 16 and 1/4%. ഇതിന്റെ പകുതിയുടെ ദശാംശ രൂപം ഓപ്ഷൻ B ആണ് ഉത്തരം. ഓപ്ഷൻ B. Which of the following is an adjective? ഇവിടെ തന്നിരിക്കുന്നതിൽ adjective sad ആണ്. Change the sentence. I know him. ഇതിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ്. He is known to me. Known to me ആണ്. By അല്ല to. He climbed dash highest mountain in the region. The. Which sentence uses a gerund correctly? Gerund, that means ing form. Correct ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ D ആണ്. He suggested going for a walk. He had hardly finished his meal. Dash. ഉത്തരം ഓപ്ഷൻ B ആണ്. Had he. The antonym of melancholy is. ഉത്തരം ഓപ്ഷൻ C ആണ്. Joy. Choose the appropriate collective noun. Collective noun ഏതാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ? ജഡ്ജസിന്റെ collective noun bench. The bench of judges took a unanimous decision. Identify the correctly spelled word. Reference. ഓപ്ഷൻ C ആണ് ഉത്തരം. ഓപ്ഷൻ C. REFERENCE. അടുത്ത ചോദ്യം, one who is new to a profession or activity. Novice ആണ്. അമച്ചറിന്റെ ഓപ്പോസിറ്റ് പ്രൊഫഷണൽ എന്ന് തന്നെയാണ്. നോവൈസ് ആണ് ഉത്തരം. What does the idiom let the cat out of the bag? രഹസ്യം പുറത്തറിയുക. To reveal a secret carelessly എന്നതാണ് ഉത്തരം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ബന്ധുരം ആണ്. ചന്ദ്രഹാസമിളക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? കോപിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഹരിചന്ദ്രൻ എന്നെങ്ങനെ എഴുതുന്നത്? ഓപ്ഷൻ C ആണ് ഉത്തരം. ഓപ്ഷൻ C. അത്യധ്വാനം കൊണ്ടുള്ള അവശത എന്നതിന്റെ ഒറ്റപ്പദം ഊപ്പാട്. പത്രാധിപർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? പൂജക ബഹുവചനം. ഗാഠം എന്ന പദത്തിന്റെ വിപരീതം ഏത്? ഗാഠം, ശിഥിലം. ചിതാകാശം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? ചിത് അധികം ആകാശം. ജാമാതാവ് എന്നതിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? സ്നുഷ. ടു സ്മെൽ എ റാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ വിവർത്തനം സംശയാസ്പദം. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന പഴഞ്ചൊല്ലിന് ചേരുന്ന അർത്ഥം എന്താണ്? തത്വമല്ല, പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം. ഓക്കെ, അപ്പൊ ഇത്രയാണ് 100 ചോദ്യങ്ങൾ. അപ്പൊ ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാർ ഈ ചോദ്യപേപ്പർ എന്തായാലും നോക്കിയിട്ട് പോകണം. ജനറൽ കാര്യങ്ങൾ തന്നെയാണ്. 10th മെയിൻസിന്റെ അതേ സിലബസ് തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ 7th ലെവൽ, 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എല്ലാം ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുതിയ പുതിയ ബാച്ച് കോഴ്സുകൾ അഡ്മിഷൻ ഓപ്പൺ ആണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ എക്സാം വരുന്നത് December 20th അല്ലേ? 1299 മാത്രമേ ഉള്ളൂ ബാച്ച് കോഴ്സിന്റെ ഫീസ്. എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് കോഴ്സിന്റെ വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് കോഴ്സ്, ഡിഗ്രി പ്രിലിംസ് ഓൺലി ബാച്ച് കോഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നു. അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ഉറപ്പിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് കൂടി പോവുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്